ഇന്ന് നമ്മളെ വളരെ അപ്രത്യക്ഷമായി ആക്രമിച്ച് നമ്മളെ പ്രതിസന്ധിയിലാക്കിയ ഒന്നാണ് കോവിഡ്-19 അല്ലേ? കോവിഡ്-19ന്റെ ഭാഗമായി നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഓക്സിജൻ ക്ഷാമമാണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവിൽ കുറവൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ മനുഷ്യശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് കാരണം. ഈ ഓക്സിജൻ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ? ഓക്സിജനെ നമ്മൾ പ്രാണവായു എന്നും ജീവവായു എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ ഇതേ ഓക്സിജൻ ഒരു കാലത്ത് ഭൂമിയുടെ ജീവന് ഭീഷണിയായി മാറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിലെ ജീവനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിലേക്ക് വരെ എത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ? വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോടൈം. പലർക്കും കൗതുകം ഉളവാക്കുന്ന ഒരു കാര്യമാണ് ടൈം ട്രാവൽ. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട് ഭൂതകാലങ്ങളിലേക്കും ഭാവി കാലങ്ങളിലേക്കും എല്ലാം ആൾക്കാർ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ ആവുകയാണെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് തിരിച്ചറിയാനാവാത്ത ഏതോ ഒരു ഗ്രഹത്തിലായിരിക്കും. ഇത് ഭൂമി തന്നെയാണോ എന്ന് തന്നെ നമുക്ക് സംശയം ഉണ്ടായേക്കാം. ഏകദേശം 300 കോടി വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത് ചിലപ്പോൾ കടലിലായിരിക്കാം. പണ്ട് 2-3% മാത്രമേ കരഭാഗം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സമുദ്രമായിരുന്നു. തീർച്ചയായും ഏതോ ഗ്രഹത്തിൽ എത്തിയ പോലെയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഓക്സിജൻ സപ്ലൈ ഇല്ലാണ്ട് നിങ്ങൾക്ക് കരയിൽ പോലും ജീവിക്കാനാവില്ല. ഇന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 21% ഓക്സിജൻ ഉണ്ട്. പക്ഷേ 300 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. അന്തരീക്ഷം ഏതാണ്ട് പൂർണ്ണമായും നൈട്രജൻ തന്നെയായിരുന്നു. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, വാട്ടർ വേപ്പർ ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്സിജൻ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ആധിക്യം മൂലം താപനില വളരെ ഉയർന്നതായിരുന്നു. മാത്രമല്ല ഓസോൺ ലെയർ ഫോം ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അന്ന് കടൽ നീല നിറത്തിലല്ലായിരുന്നു, പച്ച നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പായലോ മറ്റ് സസ്യങ്ങളുടോ ഒന്നും കാരണമല്ല, ഇരുമ്പിന്റെ കൂടുതലായുള്ള അളവ് കാരണമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ചൊവ്വയിലെ പോലെ ചുവപ്പോ ബ്രൗൺ നിറത്തിലോ ഒക്കെയല്ലേ ആകേണ്ടതെന്ന്. അന്ന് ഓക്സിജൻ വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഓക്സിജന്റെ അഭാവത്തിൽ ഇരുമ്പ് ഹൈഡ്രോക്സൈഡുകളും അതുപോലെ ക്ലോറിൻ, സൾഫർ മുതലായ മൂലകങ്ങളും എല്ലാം ചേർന്നുള്ള ഒരു കെമിക്കൽ ഫോമിലായിരുന്നു കാണപ്പെട്ടത്. ഇത് തുരുമ്പ് തന്നെയാണ്, പക്ഷേ പച്ച നിറത്തിലാണെന്ന് മാത്രം. ഇത് സമുദ്രത്തിൽ ചേർന്ന് സമുദ്രവും പച്ച നിറത്തിൽ കാണപ്പെടുന്നു. അന്നുണ്ടായിരുന്നത് ഓക്സിജൻ ആവശ്യമില്ലാത്ത അനേറോബിക് വിഭാഗത്തിൽപ്പെടുന്ന പ്രോകാരിയോട്ടിക് ജീവികളായിരുന്നല്ലോ. ഗ്ലേസോ ഓർഗനെല്ലകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഏകകോശ ജീവികളായിരുന്നു ഇവയ്ക്ക് ഓക്സിജൻ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഇവയെ സംബന്ധിച്ച് ഓക്സിജൻ കൂടിയ വിഷം കൂടിയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഏകദേശം 230 കോടി വർഷങ്ങൾക്ക് മുൻപ് എത്തുകയാണെങ്കിൽ ഭൂമിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കുഞ്ഞൻ ഭീകരനെ നമുക്ക് കാണുവാൻ സാധിക്കും. മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് ഇവയെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് കാണുന്ന സൈനോ ബാക്ടീരിയയുടെ പിൻഗാമിയായ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരുതരം ബാക്ടീരിയ അക്കാലത്ത് ഭൂമിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു. ഇവയ്ക്ക് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു, ഫോട്ടോസിന്തസിസ്. ഇവ കടലിന് മുകളിൽ ഫ്ലോട്ട് ചെയ്താണ് കിടന്നിരുന്നത്. ഇവയുടെ സെൽ മെംബ്രെയിൻസും അതുപോലെ ഇവയിലുള്ള ബ്ലൂ ഗ്രീൻ പിഗ്മെന്റ്സും ഇവയെ സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിന് സഹായിച്ചു. അതിലൂടെ ഇവ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഷുഗറും ഓക്സിജനും ഉണ്ടാക്കി. ഇത് വളരെ റെവല്യൂഷണറി ആയിരുന്നു. കാരണം മറ്റു ജീവികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് സ്വയം എനർജി നിർമ്മിക്കുവാനാകുമെന്നത് ഭൂമിയിൽ ഇവയുടെ പെട്ടെന്നുള്ള വർധനയ്ക്ക് കാരണമായി. ഷുഗർ ഇവ എനർജിക്കായി ഉപയോഗിച്ചു, പക്ഷേ ഓക്സിജൻ തീർത്തും വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. ബാക്ടീരിയ വർദ്ധിക്കുന്നതോടെ അവ പുറപ്പെടുവിക്കുന്ന ഓക്സിജന്റെ അളവും വർദ്ധിച്ചു. ആദ്യം ഇത് കടലിലുള്ള റസ്റ്റുമായി റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കടൽ പച്ച കളറിൽ നിന്നും കടുത്ത ചുവപ്പ് നിറത്തിലേക്ക് മാറി. ഏകദേശം 200 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായി മാറിമറിയാൻ തുടങ്ങി. വളരെയധികം ഓക്സിജൻ ലഭ്യമായി തുടങ്ങി. അവ അന്തരീക്ഷത്തിൽ വ്യാപിച്ചു. ഈ മാറ്റത്തോട് അന്നത്തെ ജീവികൾ പൊരുത്തപ്പെടാനായില്ല. എയറോബിക് ജീവികളിൽ ഓക്സിഡേഷൻ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ഓക്സിഡേഷൻ മൂലം സെല്ലുകളുടെ രാസഘടന മാറുന്നത് തടയുന്ന ചില എൻസൈമുകൾ അനേറോബിക് ജീവികളിൽ ഇല്ല. അത് കാരണം ധാരാളമായ അളവിൽ വന്ന ഓക്സിജൻ കാരണം അവ സഫോക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ക്രമേണ പല ജീവജാലങ്ങളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും പൂർണ്ണമായും വംശനാശം വരുന്ന ഒരു സാഹചര്യം വരെ എത്തി. ജിയോളജിസ്റ്റ് ഈ ഒരു പ്രക്രിയയെ ദ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിൽ ആദ്യത്തേതും ഏറ്റവും വലുതും എന്ന് വിശ്വസിക്കുന്നതുമായ ഈ ഒരു വംശനാശം കാരണം ചിലർ ഇതിനെ ഓക്സിജൻ കാറ്റസ്ട്രോഫി എന്നും പറയാറുണ്ട്. പക്ഷേ ഭൂമിയിൽ ജീവജാലങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം അത് ഏത് സാധ്യതയും അതിജീവിച്ചു കൊണ്ടിരിക്കുന്നതായാണ് നാം ഇതുവരെ കണ്ടിരിക്കുന്നത്. ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ചില സൂക്ഷ്മജീവികൾ ഓക്സിജനെതിരെ അതിജീവനം നേടി. ഇവയിലൂടെ ജീവൻ കൂടുതൽ പടർന്നു പന്തലിക്കുകയും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ജീവവർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല.
കാരണം ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വരും പോലെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുകയും ഓക്സിജന്റെ അളവ് കൂടുകയും ചെയ്യും. ഓക്സിജൻ അന്തരീക്ഷത്തിലുള്ള മീഥേനുമായി റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകും. അതോടെ അന്തരീക്ഷത്തിലെ താപനില ഉയർത്തുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ കുറഞ്ഞു. ഇത് ഭൂമിയുടെ അന്തരീക്ഷ താപനില കുറയ്ക്കുന്നതിന് കാരണമായി. ഇത് ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഐസേജിന് കാരണമായി. ഇതിനെ ചരിത്രകാരന്മാർ ഹുറേനിയൻ ഐസേജ് എന്ന് വിളിക്കുന്നത്. ഇത് മാത്രമല്ല, ഭൂമിയിൽ ജീവൻ നിലനിൽപ്പിന് സാധ്യമായ മറ്റൊരു രൂപമാറ്റം ഈ സമയത്ത് സംഭവിച്ചു. സൂര്യനിൽ നിന്നും വരുന്ന അതിതീവ്രമായ UV റേസിനെ തടയുന്ന ഓസോൺ ലെയറും ഈ സമയത്ത് രൂപപ്പെട്ടു. അന്തരീക്ഷത്തിൽ ഉയർന്ന തോതിൽ ഓക്സിജൻ ലഭ്യമായത് കൊണ്ടുവന്ന മറ്റൊരു മാറ്റമാണ് ഇത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു കുഞ്ഞൻ ബാക്ടീരിയ കാരണം ഭൂമിയിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. ഇതേ സൈനോബാക്ടീരിയ തന്നെയാണ് ഇന്ന് ചെടികളിൽ ഫോട്ടോസിന്തസിന് കാരണമായ ക്ലോറോഫില്ലായി രൂപപ്പെട്ടതെന്ന് ജീവശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ഇവ ഇപ്പോഴും ഭൂമിയിൽ എല്ലാ പ്രദേശങ്ങളിലും തന്നെ കാണപ്പെടുന്നുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് പല പ്രാവശ്യം മാറി മറിഞ്ഞിട്ടുണ്ട്. പല വേരിയേഷന് ശേഷമാണ് ഇന്ന് കാണപ്പെടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇതുപോലെ ഓക്സിജൻ വളരെയധികമായി അന്തരീക്ഷത്തിൽ കൂടിയപ്പോൾ അത്ഭുതകരമായ വേറെയും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജെയിന്റ് ഇൻസെക്ട് പോലെയുള്ളവ. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് രസകരമായി തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.